ഒരു ഹൈപ്പാറ്റി എന്നൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു, വുമൺ ഫിലോസഫർ. അവർ മാത്സിലും ആസ്ട്രോണമിയിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അവർ ചാസ്റ്റിറ്റിയുള്ള ആളായിരുന്നു. പിന്നെ വരുന്നത് ഹിൽഡേഗാർഡ്, മെഡിക്കൽ ഫീൽഡ്, അങ്ങനത്തെ ആർട്ടിസ്റ്റിക് അങ്ങനെ ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. പിന്നെ വരുന്നത് ഡയോട്ടിമ, അതൊരു ഫിക്ഷൻ കഥാപാത്രമാണെന്ന് അറിയില്ല, പ്ലാറ്റോണിക് ലവുകളുടെ കോൺസെപ്റ്റിൽ കൊണ്ടുവന്ന ആൾ. പിന്നീട് ആൻറ്റി ഫിലോസഫി വന്നപ്പോൾ ആൻറ്റി ഫിലോസഫി മസ്കുലാണെന്ന് പറഞ്ഞ കുറേ വുമൺ ഫിലോസഫേഴ്സ് വന്നു. അവർ മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്ത ഫെമിനിസമാണ്. ഫെമിനിസം ഈസ് മോർ പൊളിറ്റിക്കൽ ദാൻ ഫിലോസഫിക്കൽ. ആദ്യം വരുന്ന മേരി വോൾസ്റ്റോൺക്രാഫ്റ്റാണ്. അവർ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ റൈറ്റിന് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. വിൻഡിക്കേഷൻ റൈറ്റ്സ് ഓഫ് മാൻ, വിൻഡിക്കേഷൻ റൈറ്റ്സ് ഓഫ് വുമൺ, 2 ബുക്ക് എഴുതിയ ആളാണ്. പിന്നെ ഇക്വാലിറ്റി ഫെമിനിസം കൊണ്ടുവരുന്നത് സൈമൺ ദി ബൂവാണ്. അവരുടെ ബുക്കാണ് സെക്കൻഡ് സെക്സ്. വൺ ഇസ് നോട്ട് ആദർ വൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് അതിന് കൂടെ പറഞ്ഞ ആളാണ്. അവർ സാർട്ടർ എന്ന ലേസിപ്പായിരുന്നു ഇക്വാലിറ്റി ഫെമിനിസം. പിന്നെ ജൂഡിത്ത് ബട്ട്ലറുടെ ക്യൂർ തിയറി, അതായത് ഹെറ്ററോനോമറ്റിവിറ്റി, ഹെറ്ററോസെക്ഷ്വാലിറ്റി നോർമലാ പറഞ്ഞ ശരിയല്ല. സോൺടാഗ്, ക്രിസ്റ്റേവ, നസ്ബോം, ഇങ്ങനെ ഒരുപാട് പേര് ഫെമിനിസ്റ്റ് ഫിലോസഫിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വുമൺ ഫിലോസഫേഴ്സ് ഒരുപാട് പേര് ഫെമിനിസ്റ്റിക്കാണ്. ഫിലോസഫി മെയിൻലി രാഷ്ട്രീയ ആയതുകൊണ്ട് മെയിൽ ഡോമിനേറ്ററാണ് ഒപ്പീനിയൻ ഉണ്ടായത്. ഇപ്പോൾ മെയിനായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പാറ്റിയ, ഹിൽഡേഗാർഡ്, ഡയോട്ടിമ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, പിന്നെ സൈമൺ ദി ബൂവോ, സോൺടാഗ്, ക്രിസ്റ്റേവ, നസ്ബോം, വെയില്, സെക്സിയസ, ആർലെറ്റ്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ ആഫ്റ്റർ 90s വന്നത് ജൂഡിത്ത് ബട്ട്ലർ. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ചില വുമൺ ഫിലോസഫി മാത്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹൈപ്പാറ്റിയ പോലെയല്ല. ഈ ഫെമിനിസം പറഞ്ഞ ഒരു ഫിലോസഫിയാണ് സംശയമുണ്ട്, ഇറ്റ്സ് മോർ പൊളിറ്റിക്കൽ. പിന്നെ ഇപ്പോഴും ഉണ്ട് വേറെ ഗായത്രി ചക്രവർത്തി പറഞ്ഞ കൽക്കട്ടയിലൊരു സ്ത്രീയുണ്ട്. കുറേ പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്. എന്തായാലും വുമൺ ഫിലോസഫേഴ്സ് വരട്ടെ. സൗനിസം മാറ്റി മെയിൽ ഡോമിനേഷൻ മാറി വുമൺ ഫിലോസഫേഴ്സ് വരട്ടെ ഫിലോസഫിയിലേക്ക്.